Hi students, good morning. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലീനിയർ ഡേറ്റ സ്ട്രക്ചറായ ക്യൂ എന്ന ലീനിയർ ഡേറ്റ സ്ട്രക്ചറിനെ കുറിച്ചാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്തത്. ക്യൂ എന്തെന്നും ക്യൂവിനകത്ത് നടക്കുന്ന രണ്ട് ഓപ്പറേഷൻസ്, അതായത് ഇൻസേർഷനും ഡിലീഷനും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തത് ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഇൻസേർഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് അതിൻ്റെ റിയർ എൻഡ് വഴിയും ഡിലീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് ഫ്രണ്ട് എൻഡ് വഴിയുമാണെന്ന് പറഞ്ഞു. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് റിയർ എന്ന് പറയുന്നത് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും, റിമൂവ് ചെയ്യുന്ന സമയത്ത് എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് എന്ത് ചെയ്യും, ഫ്രണ്ടിൻ്റെ വാല്യൂ ഒന്ന് എന്ത് ചെയ്യും, ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോഴേ ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഈ സ്റ്റാക്ക് എന്ന് പറയുന്ന ലീനിയർ ഡേറ്റ സ്ട്രക്ചറും ക്യൂ എന്ന് പറയുന്ന ലീനിയർ ഡേറ്റ സ്ട്രക്ചറും മേ ഫേസ് ഓവർഫ്ലോ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. എന്താണ് കാര്യം അതൊരു സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചറാണ്. ഇത് രണ്ടും സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചേഴ്സാണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അപ്പോൾ ആ ഒരു ഫിക്സഡ് സൈസ് ഉള്ളത് കൊണ്ട് തന്നെ ആ മാക്സിമം സൈസ് എലമെൻറ്റുകൾ അതിനകത്ത് ഫില്ലായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അതിലേക്ക് എലമെൻറ്റിനെ എന്ത് ചെയ്യുമ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷനാണെന്ത്, ഓവർഫ്ലോ സിറ്റുവേഷൻ. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പം ആ ലീനിയർ ക്യൂവിൻ്റെ ഒരു ലിമിറ്റേഷൻസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലീനിയർ ക്യൂവിൻ്റെ ലിമിറ്റേഷനാണ്. ലീനിയർ ക്യൂ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ച ആ ക്യൂവിൻ്റെ ലിമിറ്റേഷൻസ്, അതിന് ചില പോരായ്മകളുണ്ട്. അപ്പോൾ ആ പോരായ്മകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലീനിയർ ക്യൂ കൊടുത്തിട്ടുണ്ട്. ഈ ലീനിയർ ക്യൂ നമ്മളിവിടെ ക്യൂ എന്ന് കൊടുക്കാം. ഇപ്പോൾ ക്യൂ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഈ ക്യൂ എന്ന ലീനിയർ ക്യൂവിന് സൈസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ മാക്സിമം സൈസ് 5 ആണ്. അപ്പോൾ ഇറ്റ് ക്യാൻ സ്റ്റോർ 5 എലമെൻറ്റ്സ്. ഇവിടെ ഇപ്പോൾ ഞാൻ 4 എലമെൻറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് 0യും റെയർ എന്ന് പറയുന്നത് 3യുമാണ്. അപ്പോൾ അതിന് 3 വരാനുള്ള കാര്യം നമ്മൾ അതിൻ്റെ അറയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അറയ്ക്കകത്തുള്ള എലമെൻറ്റുകളെ നമ്മൾ ഇൻഡെക്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് 0യും റെയർ എന്ന് പറയുന്ന 3യുമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇതിനകത്തേക്ക് ഒരു എലമെൻറ്റ് കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ റെയറിൻ്റെ വാല്യൂ ഈ 3യിൽ നിന്ന് മാറി റെയർ ഒന്ന് ഇൻക്രിമെൻ്റ് ആയി എവിടെ എത്തും, ഈ 4ലെത്തും. അപ്പോൾ റെയർ എന്ന് പറയുന്നത് ഏതിലെത്തി, 4ലെത്തി. അപ്പോൾ റെയർ 4 ആയി. ഞാൻ അതിനകത്തേക്ക് 50 എന്ന് പറയുന്ന എലമെൻറ്റിനെ എന്ത് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റെയർ എന്തായി, 4 ആയി. അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, ഫുള്ളാണ്. ഇതിലേക്ക് ഇനിയും ഞാൻ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആ സിറ്റുവേഷനാണ് ഏത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഏത് സിറ്റുവേഷൻ, ഓവർഫ്ലോ സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ എന്തുണ്ടാവാം, ഓവർഫ്ലോ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. ഇനിയും എന്ത് ചെയ്യാൻ ശ്രമിച്ചാൽ, ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇതിനകത്ത് എലമെൻറ്റുകൾ റിമൂവ് ചെയ്യുകയാണ്, ഡിലീഷൻ പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം ആദ്യം വന്ന എലമെൻ്റാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, ഒരു ക്യൂവിൽ നിന്ന് റിമൂവ് ആവുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന ഫിഫോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ആര് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞത്, ക്യൂ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോഴേ ഇവിടെ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം ആദ്യം റിമൂവ് ചെയ്യുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും, ഈ 10 എന്ന എലമെൻ്റ് ആയിരിക്കും. അതാണ് ആദ്യം ഇൻസേർട്ട് ആയത്. ആ എലമെൻറ്റിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ 10 എന്ന എലമെൻറ്റിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 10നെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രണ്ടിൻ്റെ വാല്യൂ എത്ര ഇൻക്രിമെൻ്റ് ചെയ്യും, 1 ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇപ്പം എവിടെ എത്തി, 1ലെത്തി. അപ്പോൾ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെയാണ്, 1 ആണ്. അപ്പോൾ ഫ്രണ്ട് 1 ആയി. അപ്പോൾ ഇവിടുത്തെ ഫ്രണ്ടിൻ്റെ വാല്യൂ 1 ആയി. അപ്പോൾ ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് വന്നു. ഇവിടെ ഇപ്പോൾ സ്പേസ് വേക്കൻ്റ് ആയി, ഓർത്തോളാം. ഞാൻ രണ്ടാമത്തെ എലമെൻറ്റിനെ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. അപ്പോൾ 20 എന്ന എലമെൻറ്റിനെ റിമൂവ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിൻ്റെ വാല്യൂ ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, 2ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ 2ലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഫ്രണ്ട് 2 ആയി. അപ്പോഴേ ഫ്രണ്ട് ഇപ്പോൾ 2 ആയി. അപ്പോൾ അവിടെ രണ്ട് ഫ്രണ്ടിൽ നമ്മൾ ആ ഫ്രണ്ട് നിൽക്കുന്നതിൻ്റെ ബാക്കിൽ 0യും 1 എന്ന് പറയുന്ന ലൊക്കേഷൻസ് എന്തായി, ഫ്രീ ആയി. അപ്പം
വീണ്ടും ഞാൻ റിമൂവ് ചെയ്യണം. അപ്പോൾ 30 എന്ന് പറയുന്ന എലമെൻറ്റിനെ റിമൂവ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിൻ്റെ വാല്യൂ എവിടേക്ക് എത്തും? 3ലേക്ക് എത്തി. അപ്പോൾ ഫ്രണ്ട് ഇപ്പോൾ 3 ആയി. അപ്പോൾ ഫ്രണ്ട് എന്ന് പറയുന്നത് എവിടെ എത്തി? 3ലെത്തി. അപ്പോഴും ആ 40 എന്ന് പറയുന്ന എലമെൻറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നതിൻ്റെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വീണ്ടും സ്പേസസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്? 40 റിമൂവ് ചെയ്യാണ്. 40 റിമൂവ് ചെയ്തു. 40 റിമൂവ് ചെയ്തുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടും റെയറും ഏത് തന്നെയാണ്? 4 തന്നെയാണ്. ഫ്രണ്ടും റെയറും എവിടെ എത്തി? 4ലെത്തി. അപ്പോഴും നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ ക്യൂവിനകത്ത് 5 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ എത്ര എലമെൻറ്റേ ഉള്ളൂ? യഥാർത്ഥത്തിൽ ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഒരു എലമെൻറ്റേ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോമാറ്റിക്കായി അവിടെ സ്പേസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് അവിടത്തേക്ക് എലമെൻറ്റുകളെ ഇൻസേർട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ. എന്താണ് കാര്യം? ഇവിടെ റെയറിൻ്റെ വാല്യൂ 4 ആണ്. റെയറിൻ്റെ വാല്യൂ 4 എന്ന് വെച്ചാൽ ഈ ആൾറെഡി ഈ ക്യൂ എന്ന് പറയുന്നത് ഇപ്പോഴും എന്ത് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്? ഫില്ലാണ്. ക്യൂ എന്ന് പറയുന്ന ഫുൾ എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഫുള്ളായിട്ട് നിൽക്കുന്ന ആ സിറ്റുവേഷനുള്ള ക്യൂവിലേക്ക് നമ്മൾ വീണ്ടും ഇൻസേർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അവിടെ എന്തുണ്ടാകും? ഓവർഫ്ലോ സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വേസ്റ്റ് സിറ്റുവേഷൻ, അതാണ് ഈ ലീനിയർ ക്യൂവിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിതിലേക്ക് എലമെൻറ്റുകളെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. എലമെൻറ്റുകളെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ, ഇവിടെ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ നാലാമതിരിക്കുന്ന അല്ലെങ്കിൽ അഞ്ചാമതിരിക്കുന്ന ഈ 50 എന്ന് പറയുന്ന എലമെൻറ്റിനെയും റിമൂവ് ചെയ്ത് ഈ ഫ്രണ്ടിൻ്റെയും റെയറിൻ്റെയും വാല്യൂ -1 മാത്രമേ നമുക്കിതിലേക്ക് പിന്നെയും എലമെൻറ്റുകളെ എന്ത് ചെയ്യാൻ പറ്റൂ? ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതാണ് ആരുടെ വേഴ്സ് സിറ്റുവേഷൻ? ഒരു ലീനിയർ ക്യൂവിൻ്റെ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനും അതിൻ്റെ ലിമിറ്റേഷനും. അപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ ഒരു എലമെൻറ്റേ ഉള്ളൂ എങ്കിൽ ഇപ്പോൾ 5 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂവിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ലാസ്റ്റ് എലമെൻറ്റ് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. 5ാമത്തെ എലമെൻറ്റ് സ്റ്റോർ ചെയ്തു. അപ്പോൾ 5ാമത്തെ എലമെൻറ്റ് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ 4 എലമെൻറ്റിനെയും എന്ത് ചെയ്ത് കളഞ്ഞാൽ? റിമൂവ് ചെയ്ത് കളഞ്ഞാലും നമുക്കതിലേക്ക് പിന്നെ ഒരു പുതിയ എലമെൻറ്റിനെ എന്ത് ചെയ്യാൻ കഴിയില്ല? ഇൻസേർട്ട് ചെയ്യാൻ കഴിയില്ല. കാര്യം അവിടെ റെയറിൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. അപ്പോൾ റെയറിൻ്റെ വാല്യൂ -1 ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂ. എന്നാൽ ആ ക്യൂവിനകത്ത് ഇപ്പോൾ ആൾറെഡി എന്തുണ്ട്? വാക്കൻറ്റ് സ്പേസ് ഉണ്ട്. 5 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ആ ക്യൂവിനകത്ത് ഒരൊറ്റ എലമെൻറ്റേ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അത് ലാസ്റ്റ് എലമെൻറ്റാണ്, 5ാമത്തെ എലമെൻറ്റായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 4 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം എന്താണ്? ഫ്രീ ആണ്. എങ്കിലും അവിടെ ക്യൂവിൻ്റെ സ്പേസ് ഫ്രീ ആണെങ്കിൽ കൂടി നമുക്കവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല? ഇൻസേർഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ആരുടെ ഈ പറയുന്ന ലിമിറ്റേഷൻ എന്ന് പറയുന്നത്? ഒരു ലീനിയർ ക്യൂവിൻ്റെ ലിമിറ്റേഷൻസ്. മനസ്സിലായല്ലോ? ഇതാണ് ലീനിയർ ക്യൂവിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ലിമിറ്റേഷൻസ് നമുക്ക് എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. അപ്പോൾ അവിടെ ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ക്യൂ ആണ് എന്ന് പറയുന്നത് സർക്കുലാർ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കുലാർ ക്യൂ ചോദിച്ചാൽ ഇറ്റ് ഓവർകം ദി ലിമിറ്റേഷൻസ് ഓഫ് ഏത്? ലീനിയർ ക്യൂ. ലീനിയർ ക്യൂവിൻ്റെ ലിമിറ്റേഷൻസിനെ എന്ത് ചെയ്യാൻ വേണ്ടി? ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്? സർക്കുലാർ ക്യൂസ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് സർക്കുലാർ ക്യൂ എന്ന് വെച്ചാൽ? ഇൻ എ സർക്കുലാർ ക്യൂ 2 എൻഡ് പോയിൻറ്റ്സ് മീറ്റ് അറ്റ് 1 പോയിൻറ്റ്. 2 എൻഡ് പോയിൻറ്റുകളും ഒരു പോയിൻറ്റിൽ എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. അപ്പോൾ സർക്കുലാർ ക്യൂവിൻ്റെ പ്രത്യേകതയാണ് വിച്ച് 2 എൻഡ് പോയിൻറ്റ് മീറ്റ്. അപ്പോൾ 2 എൻഡ് പോയിൻറ്റും എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. ഇതാ ഇവിടെ ഒരു സർക്കുലാർ ക്യൂ ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ എൻഡ് പോയിൻറ്റുകൾ തമ്മിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? മീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 2 എൻഡ് പോയിൻറ്റും തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു? മീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഇൻ എ സർക്കുലാർ ക്യൂ 2 എൻഡ് പോയിൻറ്റ് മീറ്റ്സ്. 2 എൻഡ് പോയിൻറ്റ് എന്ത് ചെയ്യും? ഒരു പോയിൻറ്റിൽ എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ക്യൂ ആണ് എന്ന് പറയുന്നത് സർക്കുലാർ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ക്യൂവിൻ്റെ പേര് സർക്കുലാർ ക്യൂ എന്ന് കൊടുത്തു, സി ക്യൂ എന്ന് കൊടുത്തു. അപ്പോൾ ഈ സി ക്യൂ എന്ന് പറയുന്ന ഈ ക്യൂവിനകത്ത് നമുക്കറിയാം 6 എലമെൻറ്റുകൾ സ്റ്റോർ ചെയ്യാം. 6 എലമെൻറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ഈ ക്യൂവിനകത്ത് ഞാൻ 0 എന്ന പൊസിഷനകത്ത് 25ഉം 1-നകത്ത് 13ഉം 2-നകത്ത് 47ഉം 3-കകത്ത് 56ഉം 4-നകത്ത് 35ഉം സ്റ്റോർ ചെയ്തു. ഞാൻ അടുത്ത് എന്ത് ചെയ്യുകയാണ്? ഞാൻ ഈ പറയുന്ന 5th പൊസിഷനിലേക്ക് ഞാനൊരു എലമെൻറ്റ് സ്റ്റോർ ചെയ്യാണ്. 60 എന്ന എലമെൻറ്റ് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റെയർ എന്ന് പറയുന്ന വാല്യൂ ഏതിലേക്ക് മാറും? ഷിഫ്റ്റ് ചെയ്ത് എവിടത്തേക്ക് മാറും? 5ലേക്ക് മാറിയേ. അപ്പം റെയർ എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെ എത്തി? 5 എന്ന് പറയുന്ന പൊസിഷനിലെത്തി, 5ലെത്തി. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ റെയർ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ഇതൊരു സർക്കുലാർ ക്യൂ ആണ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ക്യൂ എന്താണ്? ഫുള്ളാണ്. ഈ ക്യൂ ഫുള്ളാണ്. ഇതിലേക്ക് നമ്മൾ ഇനിയിപ്പം ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഓവർഫ്ലോ സിറ്റുവേഷൻ ഉണ്ടാകും. എന്നാലും നമുക്കറിയാം ഒരു ക്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഇൻസേർഷൻ നടക്കുന്നതിനനുസരിച്ച് അവിടെ എന്തും നടന്നുകൊണ്ടിരിക്കും? ഡിലീഷനും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ആദ്യം നിന്നിരുന്ന ആ എലമെൻ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് റിമൂവ് ആയി. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് ഇവിടുന്ന് റിമൂവ് ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും?
ഈ പറയുന്ന ഫ്രണ്ട് എന്ന് പറയുന്ന ഇവിടെ എത്തും ആണല്ലോ, ഫ്രണ്ട് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ടായി. ഞാൻ എന്ത് ചെയ്യും, അടുത്ത ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റെയറിൻ്റെ വാല്യൂ ഇവിടെ എത്തും. ഈ റെയർ എന്ന് പറയുന്നത് ഈ 0-ലെത്തും. അപ്പോൾ 0-ലെത്തിയപ്പോൾ ഞാൻ അടുത്ത വാല്യൂ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ റെയർ 0 ആയി, ഫ്രണ്ട് 1 ആയി. ഓക്കെ, അവിടെ അപ്പം വീണ്ടും നമ്മൾ അടുത്ത ഈ 13 എന്ന് പറയുന്ന എലമെൻറ്റിനെ ഞാൻ റിമൂവ് ചെയ്തു. 13 എന്ന് പറയുന്ന എലമെൻറ്റിനെ റിമൂവ് ചെയ്യുമ്പോൾ ഫ്രണ്ട് എവിടെ പോയി, 2 എന്ന് പറയുന്ന 47 എന്ന എലമെൻറ്റിലേക്ക് പോയി. അപ്പോൾ ഫ്രണ്ട് ഇപ്പോൾ 2 ആയി. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം, അടുത്തൊരു ഇൻസേർഷൻ പെർഫോം ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റെയർ എന്ന് പറയുന്നത് ഇവിടുന്ന് മാറി എവിടെ വരും, ഈ 1 എന്ന് പറയുന്ന ഈ പൊസിഷനിലേക്ക് ഒന്ന് ഞാനിവിടെ 8 സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ എന്ത് നടന്നുകൊണ്ടേയിരിക്കും, ഇൻസേർഷനും ഡിലീഷനും ഇങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ലീനിയർ ക്യൂവിൻ്റെ ആ ഒരു വേഴ്സ് സിറ്റുവേഷൻ, അതായത് ആ എന്താണ് സ്പേസ് ഉണ്ടെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഏത് ക്യൂവിനകത്ത്, ഈ സർക്കുലർ ക്യൂവിനകത്ത് ഉണ്ടാകാറില്ല. അതായത് ഓവർഫ്ലോ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവാനുള്ള ചാൻസ് എന്താണ്, വളരെ റെയർ ചാൻസ് ആണ്. അത് എപ്പോഴാണ് ഓവർഫ്ലോ സിറ്റുവേഷൻ ഉണ്ടാകുന്നത്, ക്യൂ ഫുള്ളായിരിക്കുന്ന സമയത്താണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വളരെ റെയർ ചാൻസ് ആണ്. ഇൻസേർഷൻ നടക്കുന്നതിനനുസരിച്ച് റിമൂവലും നടക്കും. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന റെയറിൻ്റെ വാല്യൂ ഇങ്ങനെ മാറി 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 ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഏത് ക്യൂ, സർക്കുലർ ക്യൂ നോട്ട് ഫേസ് ആൻഡ് ഓവർഫ്ലോ സിറ്റുവേഷൻ, അല്ലെങ്കിൽ സർക്കുലർ ക്യൂവിനകത്ത് എന്ത് ഫേസ് ചെയ്യാറില്ല, ഓവർഫ്ലോ സിറ്റുവേഷൻ എന്ത് ചെയ്യാറില്ല, ഫേസ് ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം എന്താണ്, ഇന്ന സർക്കുലർ ക്യൂ സ്പേസ് യൂട്ടിലിറ്റി ഈസ് മാക്സിമം. സ്പേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നതാണ് മാക്സിമം ആണ്. കാര്യം ഒരിക്കലും ഒരു സ്പേസ് പോലും എന്തായിട്ട് കിടക്കാറില്ല, വേക്കൻ്റായി കിടക്കാറില്ല. കാര്യം എന്താണ്, ഈ രണ്ട് പോയിന്റുകളും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരിടത്തു നിന്ന് എലമെൻറ്റ് റിമൂവ് ആവുന്നതനുസരിച്ച് അവിടത്തേക്ക് എലമെൻറ്റ് എന്തായിക്കൊണ്ടിരിക്കും, ഇൻസേർട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കുലർ ക്യൂവിൻ്റെ പ്രത്യേകത ഇതാണ്, ഇൻസേർഷൻ ക്യാൻ ഈസിലി പോസിബിൾ. അതായത് നമുക്ക് എല്ലാ തവണയും, അതായത് ക്യൂവിനകത്ത് എപ്പോഴെങ്കിലും ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് എന്ത് പെർഫോം ചെയ്യാം, ഇൻസേർഷൻ എന്ന ഓപ്പറേഷൻ എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. ഇതാണ് എന്ത് ക്യൂ, സർക്കുലർ ക്യൂ. അപ്പോൾ ഇതാണ് സർക്കുലർ ക്യൂവിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ സ്പേസ് യൂട്ടിലിറ്റി ഈസ് മാക്സിമം സ്പേസ് യൂട്ടിലിറ്റിയാണ് എവിടെയുള്ളത്, സർക്കുലർ ക്യൂവിലുള്ളത്. എന്നാൽ ഒരു ലീനിയർ ക്യൂവിനകത്ത് സ്പേസ് യൂട്ടിലിറ്റി ഈസ് മിനിമം ആണ്. കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നതനുസരിച്ച്, റിമൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എലമെൻറ്റുകൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സർക്കുലർ ക്യൂവിനകത്ത് നമുക്ക് എലമെൻറ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കാം, ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കാം. അപ്പോൾ ഇതാണ് എന്ത്, സർക്കുലർ ക്യൂവിൻ്റെ അഡ്വാൻറ്റേജും ലീനിയർ ക്യൂവിൻ്റെ എന്തും ലിമിറ്റേഷൻ. അപ്പോൾ ലീനിയർ ക്യൂവിൻ്റെ ആ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്ത ക്യൂ ആണേത്, സർക്കുലർ ക്യൂ. ഇനി സർക്കുലർ ക്യൂ ടു എൻഡ് പോയിൻറ്റ് മീറ്റ്സ്, രണ്ട് എൻഡ് പോയിൻറ്റ് തമ്മിൽ എന്ത് ചെയ്യും, മീറ്റ് ചെയ്യും. അവിടെ എന്താണ് പ്രത്യേകത, സ്പേസ് യൂട്ടിലൈസേഷൻ ഈസ് മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ആണ് ആരുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, സർക്കുലർ ക്യൂവിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അവിടെ എന്ത് ഉണ്ടാവാനുള്ള സാധ്യത, ഓവർഫ്ലോ സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യത എന്നാണ്, ലിമിറ്റാണ്. അതായത് വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമല്ല, ചുരുങ്ങിയ ചാൻസേ ഉള്ളൂ, ലെസ് ചാൻസ് ഓഫ് ഓവർഫ്ലോ സിറ്റുവേഷൻ, വളരെ ചെറിയ ചാൻസ് ആണ്. അതെപ്പോഴാണ് ആ ചാൻസ് എന്ന് പറയുന്നത്, എന്തെങ്കിലും കാരണവശാൽ ഇൻസേർഷൻ നടക്കുകയും ഡിലീഷൻ നടക്കാതിരിക്കുകയും ചെയ്യുകയും അപ്പോഴാ ക്യൂ ഫുള്ളാവുകയും ചെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രമേ അവിടെ എന്തുണ്ടാവാറുള്ളൂ, ഓവർഫ്ലോ സിറ്റുവേഷൻ ഉണ്ടാവാറുള്ളൂ. പക്ഷേ മറ്റതിനകത്ത് എന്ത് സംഭവിച്ചാൽ, ഡിലീഷൻ നടന്ന് പോയാലും അവിടെ എന്ത്, അപ്പോൾ 5 എലമെൻ്റ് ഉണ്ട്, 5 എലമെൻറ്റും 4 എലമെൻറ്റ് ഡിലീറ്റ് ആയാലും 5ാമത്തെ എലമെൻറ്റ് ഡിലീറ്റ് ആവുന്നത് വരെ അവിടെ എന്ത് സിറ്റുവേഷൻ തന്നെയാണ്, ഓവർഫ്ലോ സിറ്റുവേഷൻ തന്നെയാണ്. അതാണ് എന്ത്, ലീനിയർ ക്യൂവിൻ്റെ എന്ത് ലിമിറ്റേഷനും സർക്കുലർ ക്യൂവിൻ്റെ എന്ത് അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, അഡ്വാൻറ്റേജ് ഓഫ് ഏത്, സർക്കുലർ ക്യൂ. അപ്പോഴേ ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റ് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്റർ ഫിനിഷ് ആവും. അപ്പോൾ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ചാൽ, ലിങ്ക്ഡ് ലിസ്റ്റും ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണെങ്കിലും ഇറ്റ് ഈസ് എ ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ. അപ്പോൾ ഇതൊരു ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചറാണ്. ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ എന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്തല്ല, ഫിക്സഡ് അല്ല. അപ്പം സൈസ് ഫിക്സഡ് അല്ല. ഇറ്റ് മേ ഗ്രോ ആസ് ആൻഡ് വെൻ ന്യൂ ഡേറ്റ ഐറ്റംസ് ആർ ആഡഡ്. പുതിയ ഐറ്റംസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഗ്രോ ചെയ്യും. ആൻഡ് ഷ്രിങ്സ്, ചുരുങ്ങും. എപ്പോഴും വെന്നെവർ എനി ഡേറ്റ ഈസ് റിമൂവ്ഡ്. അപ്പം ഇതെന്ത് ചെയ്യും, അത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആഡ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വലുതായിക്കൊണ്ടിരിക്കും. റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്തായിക്കൊണ്ടിരിക്കും, ചുരുങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ എന്ത് ഡേറ്റ സ്ട്രക്ചർ, ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ. ദാറ്റ് മീൻസ് size is not fixed.
it will grow as when we add new data items and strings when we remove an item from the list. ലിസ്റ്റിൽ നിന്നൊരു ഐറ്റത്തെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ചുരുങ്ങും. ലിസ്റ്റിൽ നിന്നൊരു ഐറ്റത്തെ ലിസ്റ്റിലേക്ക് ഒരു ഐറ്റത്തെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുകയും ചെയ്യും, വലുതാകുകയും ചെയ്യും. ഇതാണെന്ന് പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ദ മെമ്മറി അലോക്കേഷൻ ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദി ടൈം ഓഫ് എക്സിക്യൂഷൻ. ഏത് ടൈമിലാണ് മെമ്മറി അലോക്കേഷൻ്റെ നടക്കുന്നത്? എക്സിക്യൂഷൻ ടൈമിലാണ് ഒരു ഡേറ്റാ സ്ട്രക്ചറിനകത്ത്. ഏത് ഡേറ്റാ സ്ട്രക്ചറിനകത്ത്? ഒരു ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചറായ ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് എന്ത് നടക്കുന്നത്? മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏത്? ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചർ. അപ്പോൾ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ടൈമിലാണ് എന്ത് അലോക്കേറ്റ് ചെയ്യുന്നത്? മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് an example of dynamic data structure. എന്ത് ഡേറ്റാ സ്ട്രക്ചറായിട്ട്? ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചറായിട്ട് ആരെ കരുതിയിരിക്കുന്നത്? ലിങ്ക്ഡ് ലിസ്റ്റിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചർ. ഇറ്റ് ക്യാൻ ഗ്രോ ആസ് വി ആഡ് ന്യൂ ഐറ്റം ഇൻ ടു ദി ലിസ്റ്റ് ആൻഡ് സ്ട്രിങ്സ് whenever we remove an item from the list. It is considered as an example of dynamic data structure because memory allocation is taking place during the execution of the program. പ്രോഗ്രാമിൻ്റെ ഏത് സമയത്ത്? എക്സിക്യൂഷൻ ടൈമിൽ, ടൈം ഓഫ് എക്സിക്യൂഷൻ, അതായത് എക്സിക്യൂഷൻ ടൈമിലാണ് എന്ത് നടക്കുന്നത്? മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചർ. എന്തായിട്ടാണ് കാണുന്നത്? ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചറായിട്ടാണ് കാണുന്നത്. ഓർത്തോണം. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചർ. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചറാണ്. എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് ദി ടൈം ഓഫ് എക്സിക്യൂഷൻ. ടൈം ഓഫ് എക്സിക്യൂഷൻ ടൈമിലാണ് എന്ത്? ടൈം ഓഫ് എക്സിക്യൂഷനകത്താണ് എന്ത് അലോക്കേറ്റ് ചെയ്യുന്നത്? മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചർ. ഇതൊരു ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചറായിട്ട് കാണുന്നു. എങ്കിലും ഇതെന്ത് തന്നെയാണ്? ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് എ ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചർ. അതിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് ഫിക്സഡ് അല്ലാത്തതുകൊണ്ട് ഇതിനെ ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചറായിട്ടാണ് കാണുന്നത്. ഇറ്റ് ഈസ് മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ടൈമിലാണ് എന്ത് അലോക്കേറ്റ് ചെയ്യുന്നത്? മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ചാൽ? ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡ്സ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടം നോഡുകളുടെ കളക്ഷനാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഏത്? നോഡ്. അപ്പം ലിങ്ക്ഡ് ലിസ്റ്റ് ചോദിച്ചാൽ എന്ത് പറയും? ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡ്സ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടം നോഡുകളുടെ കളക്ഷനാണ്. വേർ ഈച്ച് നോഡ് കൺസിസ്റ്റ് ഓഫ് ഡേറ്റ ആൻഡ് ലിങ്ക്. ഡേറ്റ, ഒരു എല്ലാ നോഡിനകത്തും എന്തുണ്ടാകും? ഒരു ഡേറ്റ ഉണ്ടാകും. ആൻഡ് ലിങ്ക് എ പോയിൻ്റർ ടു ദി നെക്സ്റ്റ് നോഡ്. ഒരു ലിങ്ക് ഉണ്ടാകും. ലിങ്ക് എന്ന് പറയുന്ന ഒരു പോയിൻ്റർ ഉണ്ടാകും ടു ദി നെക്സ്റ്റ് നോഡ്. അടുത്ത നോഡിലേക്ക് പോയിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലിങ്ക് പാർട്ടും ഉണ്ടാകും. അപ്പോൾ ഈച്ച് നോഡ് കൺസിസ്റ്റ് ഓഫ് ഡേറ്റ ആൻഡ് ലിങ്ക് പാർട്ട്. ഓരോ നോഡും എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഒരു ഡേറ്റയും അതുപോലെ തന്നെ ഒരു ലിങ്കും കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിങ്ക് എന്ന് വെച്ചാൽ എന്താണ്? പോയിൻ്റർ ടു ദി നെക്സ്റ്റ് നോഡ്. അടുത്ത നോഡിലേക്കുള്ളൊരു പോയിൻ്ററാണ് എന്ന് പറയുന്നത് ഈ ലിങ്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് നോഡ് ഈസ് ഇൻ ദി ലിസ്റ്റ് കണ്ടെയ്ൻ. അപ്പം ഫസ്റ്റ് നോഡ് ഇതാ ഇവിടെ നോക്കിയാൽ ഇവിടെ ഇപ്പോൾ ഒരു നാല് നോഡുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോഡ് 1 എന്ന് പറയുന്ന ഈ ലിങ്ക്ഡ് ലിസ്റ്റ് കണ്ടെയ്ൻ ഡേറ്റ ഓഫ് ദി ഫസ്റ്റ് നോഡ്. ഫസ്റ്റ് നോഡിൻ്റെ ഡേറ്റ എത്രയാണ്? 25 ആണ്. ഫസ്റ്റ് നോഡ് ഇൻ ദി ലിസ്റ്റ് കണ്ടെയ്ൻ ഫസ്റ്റ് ഡേറ്റ ഐറ്റം. അപ്പോൾ 25 എന്ന ആദ്യത്തെ ഡേറ്റ ഐറ്റവും ആൻഡ് അഡ്രസ് ഓഫ് ദി സെക്കൻഡ് നോഡ്. ആരുടെ അഡ്രസ്സ്? സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ്. അപ്പം ഫസ്റ്റ് നോഡ് കണ്ടെയ്ൻ ഫസ്റ്റ് ഡേറ്റ ആൻഡ് അഡ്രസ് ഓഫ് ദി സെക്കൻഡ് നോഡ്. ഇതാ ഇവിടെ ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ അഡ്രസ്സ്. ഈ അഡ്രസ് ഓഫ് ദി സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ്. ഇനി സെക്കൻഡ് നോഡ് കണ്ടെയ്ൻ ഡേറ്റ, സെക്കൻഡ് ഡേറ്റ, അതായത് 30 എന്ന് പറയുന്ന രണ്ടാമത്തെ ഡേറ്റയും അഡ്രസ് ഓഫ് ദി തേർഡ് നോഡിൻ്റെ എന്തും കാണും? അഡ്രസ്സും കാണും. തേർഡ് നോഡ് കണ്ടെയ്ൻ തേർഡ് ഡേറ്റ ആൻഡ് അഡ്രസ് ഓഫ് ദി ഫോർത്ത് നോഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പോണത്. ഇനി ലാസ്റ്റ് നോഡ് കണ്ടെയ്ൻ ലാസ്റ്റ് ഡേറ്റ ഐറ്റം ആൻഡ് നൾ പോയിൻ്റർ. ആ നൾ പോയിൻ്റർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ വെച്ചാൽ ലിങ്ക്ഡ് ലിസ്റ്റ് എന്തായെന്നാണ്? ഇപ്പം അവസാനിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതാണെന്ത്? ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ലാസ്റ്റ് നോഡ് അറ്റ് ദി ലിങ്ക്ഡ് ലിസ്റ്റ് കണ്ടെയ്ൻ ലാസ്റ്റ് ഡേറ്റ ഇൻ ദി ലിസ്റ്റ് ആൻഡ് നൾ പോയിൻ്റർ. ഒരു ലാസ്റ്റ് നോഡെന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റയും നൾ പോയിൻ്ററും ആണ് എന്ത് ചെയ്യുന്നത്? കണ്ടെയ്ൻ ചെയ്യുന്നത്. ആ നൾ പോയിൻ്റർ അല്ലെങ്കിൽ നൾ ഇൻഡിക്കേറ്റ് ദാറ്റ് ദിസ് എൻഡ് ഓഫ് ദി ലിസ്റ്റിൻ്റെ എൻഡ് ആയെന്നാണ്.
ഇനി ഒരു പുതിയ ഐറ്റത്തെ ആഡ് ചെയ്യണമെങ്കിൽ ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ നോഡിൻ്റെ അഡ്രസ്സ് ഇവിടെ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ അടുത്ത നോഡാവും. അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ അടുത്തൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ 5th നോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 5th നോഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ 5th നോഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നോഡ് 5, ഈ നോഡ് 5-നകത്ത് ഞാൻ അതിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഞാൻ 6 എന്ന ഡേറ്റ സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഡേറ്റ ഇതിനകത്ത് എന്ത് സ്റ്റോർ ചെയ്യും, നള്ളെന്ന് സ്റ്റോർ ചെയ്തിട്ട് ഈ നോഡിൻ്റെ അഡ്രസ്സിനെ അടുത്ത് എവിടെ സ്റ്റോർ ചെയ്യും, ഈ ലിസ്റ്റിനകത്ത്, ഈ ലിങ്ക്ഡ് ലിസ്റ്റിന്, ഈ നോഡ് 4-നകത്ത് സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് there is a എന്ത് കണക്ഷൻ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടം നോഡിൻ്റെ എന്താണ്, കളക്ഷനാണ്. ഈച്ച് നോഡ് കണ്ടെയ്ൻ ഡേറ്റ ആൻഡ് ലിങ്ക് ടു ദി ഡേറ്റ ആൻഡ് ലിങ്ക് ഈസ് എ പോയിൻ്റർ ടു ദി നെക്സ്റ്റ് നോഡ്. ലിങ്ക് എന്ന് പറയുന്നതാണ് ഒരു പോയിൻ്ററാണ്, അടുത്ത നോഡിലേക്കുള്ളൊരു പോയിൻ്ററാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് തോന്നും നോഡ് 1-നകത്ത് ഒന്നാമത്തെ ഡേറ്റയും രണ്ടാമത്തേൻ്റെ അഡ്രസ്സും, നോഡ് 2-നകത്ത് രണ്ടാമത്തെ ഡേറ്റയും മൂന്നാമത്തേൻ്റെ അഡ്രസ്സും, നോഡ് 3-കകത്ത് മൂന്നാമത്തെ ഡേറ്റയും നാലാമത്തേൻ്റെ അഡ്രസ്സും, നോഡ് 4-നകത്ത് നാലാമത്തെ ഡേറ്റയും അഞ്ചാമത്തേൻ്റെ അഡ്രസ്സും, നോഡ് 5-നകത്ത് അഞ്ചാമത്തെ ഡേറ്റയും നള്ളും. അപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞു. ഇനി അപ്പോൾ ഇവിടെ ഒരു കുഴപ്പം എന്താണ്, നമ്മൾ നോക്കിയേ, ഈ നോഡ് ഫസ്റ്റിൻ്റെ അഡ്രസ്സ് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, നോഡ് ഫസ്റ്റിൻ്റെ അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് നോഡ് ഈസ് സ്റ്റോർ ഇൻ എ സ്പെഷ്യൽ പോയിൻ്റർ കാൾഡ് സ്റ്റാർട്ട്. അപ്പം സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പോയിൻ്ററിനകത്താണ് ആ നോഡ് 1-ൻ്റെ അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് നോഡ് ഈസ് സ്റ്റോർ. അപ്പോൾ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് എവിടെ സ്റ്റോർ ചെയ്തിരിക്കും, സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പോയിൻ്ററിനകത്ത് എന്ത് ചെയ്തിരിക്കും, സ്റ്റോർ ചെയ്തിരിക്കും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറയും ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ. എന്താണ് കാര്യം, ബിക്കോസ് ദി മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് ദി ടൈം ഓഫ് എക്സിക്യൂഷൻ. ടൈമിലാണ് എന്ത് അലോക്കേറ്റ് ചെയ്യുന്നത്, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ഗ്രോ ആസ് ആൻഡ് വെൻ വി ആഡ് എ ന്യൂ ഐറ്റം ആൻഡ് ഷ്രിങ്സ് വെൻ എവർ വി റിമൂവ് ആൻ ഐറ്റം. എപ്പോഴും എന്ത് ചെയ്യുമ്പം ഗ്രോ ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് വലുതാവും, റിമൂവ് ചെയ്യുന്നതനുസരിച്ച് എന്തായിക്കൊണ്ടിരിക്കും, ചെറുതായിക്കൊണ്ടിരിക്കും. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡ്. എന്താണ്, ഇതൊരു കൂട്ടം നോഡിൻ്റെ എന്താണ്, കളക്ഷനാണ്. ഇറ്റ് കണ്ടെയ്ൻ അല്ലെങ്കിൽ നോഡ് കണ്ടെയ്ൻ ഡേറ്റ ആൻഡ് എ ലിങ്ക് അല്ലെങ്കിൽ എ പോയിന്റ്, ലിങ്ക് എന്ന് തന്നെ പറയാം, ലിങ്ക് ഓർ അഡ്രസ് ടു ദി നെക്സ്റ്റ് നോഡ്. ഒരു ഡേറ്റയും ഒരു ലിങ്കും ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ആ ലിങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോയിൻ്റർ ടു ദി നെക്സ്റ്റ് നോഡ്, അടുത്ത നോഡിലേക്കുള്ളൊരു പോയിൻ്ററാണ്. ദ ലാസ്റ്റ് നോഡ് കണ്ടെയ്ൻ ദി ലാസ്റ്റ് ഡേറ്റ ആൻഡ് എ നൾ പോയിൻ്റർ. അവസാനത്തെ നോഡ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് അവസാനത്തെ ഡേറ്റയും ഒരു നൾ പോയിൻ്ററിനെയുമാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ദി അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് നോഡ് ഈസ് സ്റ്റോർ ഇൻ എ സ്പെഷ്യൽ പോയിൻ്റർ കാൾഡ് സ്റ്റാർട്ട്. അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പോയിൻ്ററിനകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിനെ പറയുന്ന പേരാണെന്ത്, സ്റ്റാർട്ട് എന്ന് പറയും. അപ്പോൾ ഇതാണെന്ത്, ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ഇതാണെന്ത്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നതാണ് ഒരു നോഡാണ്. ആ നോഡിനകത്ത് എന്തൊക്കെയുണ്ട്, ഡേറ്റയും ഉണ്ട്, ഒരു പോയിൻ്റർ അല്ലെങ്കിൽ ഒരു ലിങ്കുമുണ്ട്. അപ്പോൾ ഫസ്റ്റ് നോഡ് കണ്ടെയ്ൻ ഫസ്റ്റ് ഡേറ്റ ആൻഡ് ലിങ്ക് ടു ദി സെക്കൻഡ് നോഡ് അല്ലെങ്കിൽ അഡ്രസ് ഓഫ് സെക്കൻഡ് നോഡ് കണ്ടെയ്ൻ സെക്കൻഡ് ഡേറ്റ ആൻഡ് അഡ്രസ് ഓഫ് ദി തേർഡ് നോഡ് കണ്ടെയ്ൻ തേർഡ് ഡേറ്റ ആൻഡ് അഡ്രസ് ഓഫ് ദി ഫോർത്ത് നോഡ്. ഇനി ലാസ്റ്റ് നോഡ് കണ്ടെയ്ൻ ലാസ്റ്റ് ഡേറ്റ ആൻഡ് നൾ പോയിൻ്റർ. അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് നോഡ് ഈസ് സ്റ്റോർഡ് ഇൻ എ സ്പെഷ്യൽ പോയിൻ്റർ കാൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്ന സ്പെഷ്യൽ പോയിൻ്ററിനകത്താണ് ഈ പറയുന്ന ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഡേറ്റ സ്ട്രക്ചറിൻ്റെ ആദ്യത്തെ നോഡിൻ്റെ എന്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞായിരുന്നു. ഇതെന്താണ്, ഇതൊരു ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ എന്ത് സ്ട്രക്ചർ ഉപയോഗിച്ച്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഉപയോഗിച്ചാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനെ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആർ ഇംപ്ലിമെൻറ്റഡ് യൂസിങ് എന്ത് സ്ട്രക്ചർ, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ എന്തുപയോഗിച്ചാണ് ഈ ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഉപയോഗിച്ചാണ് ലിങ്ക്ഡ് ലിസ്റ്റിനെ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഉപയോഗിച്ചാണ് ലിങ്ക്ഡ് ലിസ്റ്റിനെ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതാ നോക്കി, സ്ട്രക്റ്റ് ഡേറ്റ എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു, സ്ട്രക്ചർ ഡേറ്റയുടെ സ്ട്രക്ചർ നോഡ് എന്ന് കൊടുക്കുക. നമ്മൾ നോഡിനെ കുറിച്ചാണ്, സ്ട്രക്ചർ നോഡ് ഇൻറ്റ് ഡേറ്റ, പിന്നെ അടുത്തെന്താണ്, നോഡ് സ്റ്റാർ ലിങ്ക്
ബ്രേസ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ദിസ് സ്ട്രക്ചർ നോഡ് കണ്ടെയ്ൻ എ വേരിയബിൾ ആസ് എ പോയിൻ്റർ ടു ദി സെയിം സ്ട്രക്ചർ. ഒരു വേരിയബിൾ ലിങ്ക് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ അത് വെച്ച് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് സ്ട്രക്ചർ ഉപയോഗിച്ച്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഉപയോഗിച്ചാണ് നമ്മൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനെ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. എന്ത് ഉപയോഗിച്ചാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഉപയോഗിച്ചാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു വേരിയബിൾ പോയിൻ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് എന്ത് ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്, ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഓപ്പറേഷൻസ് ഓൺ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ there are 4 operations performed in a linked list. ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് പെർഫോം ചെയ്യുന്നത് പ്രധാനമായും 4 ഓപ്പറേഷൻസ് ആണ്. എന്തൊക്കെയാണ് 4 ഓപ്പറേഷൻസ്? ഒന്നെന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എന്ത് ക്രിയേഷൻ. 2 ട്രാവേഴ്സിംഗ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റിലൂടെയുള്ള എന്ത് ട്രാവേഴ്സിംഗ്. 3 ഇൻസേർഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് പുതിയ നോഡുകൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. 4 ഡിലീഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റിനകത്തുള്ള നോഡുകളെ എന്ത് ചെയ്ത് കളയുക, ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഡിലീഷൻ ഫ്രം ഇൻസേർഷൻ ഇൻ ലിങ്ക്ഡ് ലിസ്റ്റ്, ഡിലീഷൻ ഫ്രം ലിങ്ക്ഡ് ലിസ്റ്റ്, പിന്നെ ക്രിയേഷൻ ഓഫ് എന്ത് ലിങ്ക്ഡ് ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ക്രിയേഷൻ, ട്രാവേഴ്സിങ് എ ലിങ്ക്ഡ് ലിസ്റ്റ്, ട്രാവേഴ്സിങ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ഇതാണ് എന്ത് 4 ഓപ്പറേഷൻ. ക്രിയേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റുകൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ട്രാവേഴ്സിങ് ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ്, ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലൂടെ ട്രാവേഴ്സ് ചെയ്ത് പോവുക. ഇൻസേർട്ടിങ് എ ന്യൂ നോഡ് ഇൻ ടു എ ലിങ്ക്ഡ് ലിസ്റ്റ്, ഒരു പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യുക. റിമൂവിങ് എ നോഡ് ഫ്രം എ ലിങ്ക്ഡ് ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്നൊരു നോഡിനെ എന്ത് ചെയ്ത് കളയുക, റിമൂവ് ചെയ്ത് കളയുക. ഇപ്പോൾ ഇതാണെന്ത് 4 ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻസേർഷൻ എന്ന് വെച്ചാൽ, ഒരു പുതിയ നോഡ് ആഡ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷനെ പറയുന്ന പേര്, അല്ലെങ്കിൽ ഒരു എന്ത് ചെയ്യുക, ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് എന്ത് ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ നോഡിലേക്ക് ഒരു ഡേറ്റ സ്റ്റോർ ചെയ്തിട്ട് ആ നോഡിൻ്റെ അഡ്രസ്സ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള നോഡിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു നോഡ് എന്തായി, ക്രിയേറ്റഡ് ആയി. അപ്പോൾ അതാണ് എന്ത് ക്രിയേഷൻ ഓഫ് എന്തെന്ന് പറയുന്നത്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ അഡ്രസ്സ് ഒബ്റ്റെയിൻ ചെയ്യും. ആ ഒബ്റ്റെയിൻ ചെയ്യുന്ന അഡ്രസ്സ് എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യും, ആ ക്രിയേറ്റ് ചെയ്യുന്ന നോഡിൻ്റെ അഡ്രസ് പാർട്ട് അവിടെ എന്ത് ചെയ്യും, ഡേറ്റ സ്റ്റോർ ചെയ്യും. അതിൻ്റെ അഡ്രസ് പാർട്ടിനകത്ത് നള്ള് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ നോഡിൻ്റെ അഡ്രസ്സ് അതിൻ്റെ പ്രീവിയസ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിലേക്ക് എന്ത് ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് ക്രിയേഷനായി. ഇതാ ഇവിടെ നോക്കിയാൽ ഇതാ ഇവിടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, ആ നോഡിനകത്ത് ഞാൻ അതിൻ്റെ ആ ഡേറ്റ സ്റ്റോർ ചെയ്തു. എന്നിട്ട് അതിനകത്ത് എന്ത് സ്റ്റോർ ചെയ്തു, നള്ളെന്ന പോയിൻ്റർ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ പ്രീവിയസ് നോഡിനകത്ത് ആ പോയിൻ്റർ ആ നോഡിൻ്റെ എന്ത് സ്റ്റോർ ചെയ്തപ്പോൾ, അഡ്രസ്സ് സ്റ്റോർ ചെയ്തപ്പോഴത്തേക്ക് അവിടെ എന്തായി, ക്രിയേഷനായി. അപ്പോൾ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് ട്രാവേഴ്സിംഗ് എന്ന് വെച്ചാൽ എന്താണ് ട്രാവേഴ്സിംഗ്, നമ്മൾ ഓരോ എലമെൻറ്റിനെയും എന്ത് ചെയ്യുന്ന, വിസിറ്റ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷനെ പറയുന്ന പേരാണെന്ത്, ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. ട്രാവേഴ്സിംഗ്. അപ്പോൾ വിസിറ്റിംഗ് ഈച്ച് എലമെൻറ്റിനെ എന്ത് ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് കാൾഡ് എന്ത്, ട്രാവേഴ്സിംഗ്. അപ്പം ഓരോ എലമെൻറ്റിനെയും വിസിറ്റ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷനെ പറയുന്ന പേരാണെന്ത്, ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് നോഡ് ഫ്രം സ്റ്റാർട്ട് ആൻഡ്, അപ്പോൾ ഒരു ടെമ്പററി വേരിയബിൾ എടുത്തിട്ട് ആദ്യത്തെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. അതായത് സ്റ്റാർട്ടിലിരിക്കുന്ന അഡ്രസ്സ് സ്റ്റോർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, യൂസിങ് ദി അഡ്രസ് ഇൻ ടെമ്പ് ഗെറ്റ് ദി ഡേറ്റ, ആ ഡേറ്റ കണ്ടെത്തും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഈ അൽഗരിതംസ് എന്ന് പറയുന്നത് നിങ്ങൾ അതിനകത്ത് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. നിങ്ങൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നതും അതിൻ്റെ ഓപ്പറേഷൻസ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അഥവാ ഇനി അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനകത്തുനിന്ന് ഈ ചാപ്റ്ററിനകത്ത് ചിലപ്പോൾ ഒഴിവാക്കുന്ന ഈ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കായിരിക്കും, അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കല്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇത് ഒഴിവാക്കും. എന്തായാലും നമുക്കത് സ്കൂൾ തുറന്ന് വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അഥവാ നമുക്കതിന് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ക്ലാസ് റൂമിനകത്ത് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആൾക്കരുത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഐഡിയ മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പം ഈ ട്രാവേഴ്സിംഗ് എന്ന് വെച്ചാൽ ഇതാണ്, ഓരോ നോഡും വിസിറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനെ പറയുന്ന പേരാണെന്ത്, ട്രാവേഴ്സിംഗ്. അടുത്ത എന്താണ്, ഇൻസേർഷനാണ്. ഇൻസേർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു പുതിയ നോഡ് ആഡ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷനെ പറയുന്ന പേരാണെന്ത്, ഇൻസേർഷൻ. ഇനി അതുപോലെ തന്നെ ഒരു എലമെൻറ്റിനെ ഒരു നോഡിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷനെ പറയുന്ന പേരാണെന്ത്, ഡിലീഷൻ. അത് നമുക്ക് ലാസ്റ്റ് നോഡ് റിമൂവ് ചെയ്യാം, അതല്ലെങ്കിൽ ഇടയ്ക്കുള്ള നോഡുകളൊക്കെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണെന്ത്, ഓപ്പറേഷൻസ് ഓഫ് എന്ത് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് ചോദിച്ചാൽ, ക്രിയേഷൻ,
ട്രാവേഴ്സിങ്, ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ. അപ്പം ഇതാണ് എൻ്റെ ഓപ്പറേഷൻസ്. അതെന്തൊക്കെയാണ് നമ്മൾ ആ ഡേറ്റാ സ്ട്രക്ചറിൻ്റെ ആ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു ആ ഓപ്പറേഷൻസ്. അപ്പോൾ ഇത്രയുമാണെന്ത് ഈ പറയുന്ന ഡേറ്റാ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. ഇതിനകത്ത് നമുക്ക് ഇനി നമ്മുടെ നോർമൽ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പോർഷൻസ് സ്കിപ്പ് ചെയ്തില്ല എങ്കിൽ നമുക്കവിടെ ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഈ 4 ഓപ്പറേഷൻസും ഇതിനകത്ത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള സ്റ്റെപ്സ്, അൽഗോരിതം അല്ല സ്റ്റെപ്പ്, ആ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ നമ്മുടെ നോർമൽ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണെന്ത് മൂന്നാമത്തെ ചാപ്റ്റർ ആയത് ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിച്ചെന്തായിരുന്നു, ആദ്യം പഠിച്ച ഡേറ്റാ സ്ട്രക്ചർ എന്തെന്ന് പഠിച്ചു, പിന്നെ അതിൻ്റെ എന്ത് പഠിച്ചു, ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ട്രീ സ്ട്രക്ചറിലാണ് നമ്മൾ എന്ത് പഠിച്ചത്, ആ ഒരു ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ അത് പഠിച്ചത്. ആ ട്രീ സ്ട്രക്ചർ എന്ന് ഓർത്തോളം എന്തൊക്കെയാണ്, സിമ്പിൾ ഡേറ്റാ സ്ട്രക്ചർ, കോമ്പൗണ്ട് ഡേറ്റാ സ്ട്രക്ചർ. സിമ്പിൾ എന്ന് പറയുന്ന അറേ ആൻഡ് സ്ട്രക്ചർ, കോമ്പൗണ്ട് ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയർ എന്ന് പറയുന്നത് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. നോൺ ലീനിയർ എന്ന് പറയുന്നത് ട്രീ ആൻഡ് ഗ്രാഫ്. അതിൽ തന്നെ ലീനിയർ ഡേറ്റാ സ്ട്രക്ചറിനെ രണ്ടായിട്ട്, സ്റ്റാറ്റിക് എന്നും ഡൈനാമിക് എന്നും. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് സ്റ്റാക്കും ക്യൂവും, ഡൈനാമിക് എന്ന് പറയുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ്. സ്റ്റാറ്റിക് എന്ന് പറയാനുള്ള കാര്യം എന്താണ്, അറേ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഡൈനാമിക് എന്ന് പറയാനുള്ള കാര്യം സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അറേ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനകത്ത് സൈസ് ഫിക്സഡ് ആണ്, അവിടെ എന്ത് സിറ്റുവേഷൻ ഉണ്ടാവാം, ഓവർഫ്ലോ സിറ്റുവേഷൻ ഉണ്ടാവാം. സ്റ്റാറ്റിക് അല്ലെങ്കിൽ എന്ത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഡൈനാമിക് ആണ്, അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യാറില്ല, ഉണ്ടാവാറില്ല. അപ്പോൾ അതാണെന്ത് ക്ലാസിഫിക്കേഷൻ എന്ന് പഠിച്ചത്. പിന്നെ പഠിച്ചെന്തായിരുന്നു, ഓപ്പറേഷൻസ് ആയിരുന്നു. 6 ഓപ്പറേഷൻ എന്താണ്, 6 ഓപ്പറേഷൻസ് ട്രാവേഴ്സിങ്, ഇൻസേർഷൻ, ഡിലീഷൻ, മെർജിങ്, സോർട്ടിങ് ആൻഡ് പറഞ്ഞോണ്ടല്ലോ, ട്രാവേഴ്സിങ്, സെർച്ചിങ്, ഇൻസേർഷൻ, ഡിലീഷൻ, മെർജിങ് ആൻഡ് സോർട്ടിങ്. പിന്നെ നമ്മൾ പഠിച്ച സ്റ്റാക്ക് ആയിരുന്നു. എന്ത് പ്രിൻസിപ്പൾ, ലിഫോ പ്രിൻസിപ്പൾ. 2 ഓപ്പറേഷൻ, ഇൻസേർഷൻ പുഷ്, ഡിലീഷൻ പോപ്പ്, അതിൻ്റെ 2ൻ്റെ അൽഗോരിതം. പിന്നെ അടുത്ത പഠിച്ച ക്യൂ ആയിരുന്നു. എന്ത് പ്രിൻസിപ്പൾ, ഫിഫോ പ്രിൻസിപ്പൾ. അവിടെയും 2 ഓപ്പറേഷൻസ്, ഇൻസേർഷനും ഡിലീഷനും അതിൻ്റെ അൽഗോരിതം. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഇത് ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിനകത്ത് വേറെ ഒരു വിട്ടുവീഴ്ചയില്ല. എന്തൊക്കെ നിങ്ങളെ പോർഷൻസ് ഒഴിവാക്കിയാലും ഈ ടോപ്പിക്ക് ഇത്രയും ഉണ്ടാകും. പിന്നെ പഠിച്ചെന്തായിരുന്നു, ഈ ലിമിറ്റേഷൻസ് ആയിരുന്നു, ലീനിയർ ക്യൂവിൻ്റെ ലിമിറ്റേഷൻസ്. അത് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു, ലീനിയർ ക്യൂവിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് ഓവർഫ്ലോ സിറ്റുവേഷൻ, അവസാനത്തെ എലമെൻറ്റ് റിമൂവ് ആവുന്നവരെ നമുക്ക് എന്ത് ഉണ്ടാവും, ഓവർഫ്ലോ സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷേ അത് ഓവർകം ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടാക്കിയ ക്യൂ ആണ് ഏത്, സർക്കുലർ ക്യൂ. അവിടെ ഓവർഫ്ലോ സിറ്റുവേഷൻ ഉണ്ടാവാറില്ല. കാര്യം 2 എൻഡ് പോയിൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഓവർഫ്ലോ സിറ്റുവേഷൻ ഉണ്ടാവാറില്ല. അപ്പോൾ അതാണ് എന്ത് സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. പിന്നെ പഠിച്ചെന്തായിരുന്നു, ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ തിയറി പഠിച്ചോണം. ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ഡൈനാമിക് ഡേറ്റാ സ്ട്രക്ചർ. ഇറ്റ് വിൽ ഗ്രോ ആസ് വി ആഡ് എ ന്യൂ ഐറ്റം ആൻഡ് സ്ട്രിങ്സ് വെനെവർ വി റിമൂവ് ആൻ ഐറ്റം. It is called dynamic data structure because the memory is allocated during the execution. പിന്നെ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡ്. നോഡാണ് ഒരു കൂട്ടം നോഡിൻ്റെ കളക്ഷനാണ്. ഈച്ച് നോഡ് കണ്ടെയ്ൻ ഡേറ്റ ആൻഡ് ലിങ്ക്. ലിങ്ക് മീൻസ് ദി പോയിൻ്റർ ടു ദി നെക്സ്റ്റ് നോഡ്. ഈച്ച് നോഡ്, ഓരോ നോഡിനകത്ത് ഒരു ഡേറ്റ ഉണ്ടാകും, ഒരു ലിങ്ക് ഉണ്ടാകും. ലിങ്ക് എന്ന് പറയുന്നത് പോയിൻ്റർ ടു ദി നെക്സ്റ്റ് നോഡാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് നോഡ് കണ്ടെയ്ൻ ഫസ്റ്റ് ഡേറ്റ ആൻഡ് അഡ്രസ് ഓഫ് സെക്കൻഡ് നോഡ്. സെക്കൻഡ് നോഡ് കണ്ടെയ്ൻ സെക്കൻഡ് ഡേറ്റ ആൻഡ് അഡ്രസ് ഓഫ് തേർഡ് നോഡ്. തേർഡ് നോഡ് കണ്ടെയ്ൻ തേർഡ് ഡേറ്റ ആൻഡ് അഡ്രസ് ഓഫ് ഫോർത്ത് നോഡ്. അങ്ങനെ പോകും. ലാസ്റ്റ് നോഡ് കണ്ടെയ്ൻ ലാസ്റ്റ് ഡേറ്റ ആൻഡ് നൾ. നൾ എന്ന് പറയുന്നൊരു പോയിൻ്ററാണ്. അവിടെ വെച്ച് എന്ത് ചെയ്തു, ലിങ്ക്ഡ് ലിസ്റ്റ് തീർന്നു എന്നുള്ളതാണ്, ആ നോഡ് അവസാനിച്ചു എന്നുള്ളതാണ്. അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് നോഡ് ഈ സ്റ്റോർ ഇൻ എ സ്പെഷ്യൽ പോയിൻ്റർ കാൾഡ് സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പോയിൻ്ററിനകത്താണ് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി എൻ്റെ ഓപ്പറേഷൻസ് ആയിരുന്നു എന്തൊക്കെയായിരുന്നു, ക്രിയേഷൻ, ട്രാവേഴ്സിങ്, ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ. അപ്പോൾ ഇത്രയുമാണ് എന്ത് ഈ ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. അതിനകത്ത് പറഞ്ഞു ഇതിൻ്റെ ആ ലോജിക്കുകൾ, അതായത് ഈ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ആ സ്റ്റെപ്പുകൾ, ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പും ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പും ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പും അതുപോലെ തന്നെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നതിൻ്റെയൊക്കെ സ്റ്റെപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാൻ നോർമലായിട്ട് നിങ്ങൾ ട്യൂഷൻ സെൻറ്ററിലേക്ക് വരുമ്പോൾ നോർമൽ ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അല്ലാതുള്ള ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ബൈഹാർട്ട് ചെയ്തോളണം. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, 4ാമത്തെ ചാപ്റ്ററായ വെബ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും വളരെ സുരക്ഷിതരായി തന്നെ വീടുകളിലിരിക്കുക. അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഡേറ്റൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, മാർക്ക് കുറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പം നിങ്ങളുടെ HSS ലൈവിനകത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കീയും നോട്ട്സും ഒക്കെ കിടപ്പുണ്ട് ഫസ്റ്റ് ഇയറിൻ്റെ. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ ഫസ്റ്റ് ഇയറിൻ്റെയൊക്കെ നോട്ട്സ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഫസ്റ്റ് ഇയറിൻ്റെ നോട്ട്സൊക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ ആവശ്യം പോലെ സമയങ്ങളുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എന്നല്ല, എല്ലാ സബ്ജക്റ്റ് പഠിക്കുന്നവർക്കും ആവശ്യം പോലെ സമയങ്ങളുണ്ട്. അപ്പോൾ ആ ടൈമൊക്കെ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വരും ദിവസങ്ങളിൽ അതൊക്കെ എടുത്ത് വെച്ച് നല്ല കാര്യമായിട്ട് പഠിക്കുക. അപ്പം
നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അതങ്ങനെ പഠിച്ച് സുരക്ഷിതരായി വീട്ടിലിരിക്കുക. അപ്പോൾ നമുക്ക് 4ാമത്തെ ചാപ്റ്ററും വെബ് ടെക്നോളജിയുമായി നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.